ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നമ്മുടെ സിമി ചേച്ചിയാണ്. അപ്പോൾ സിമി ചേച്ചി ഇന്ന് എന്ത് ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചോദിക്കാം. നമസ്കാരം സിമി ചേച്ചി. ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്ത് ടിപ്പായിട്ടാണ് ചേച്ചി വന്നിരിക്കുന്നത്? ഇന്ന് ഞാനൊരു ഹെയർ സ്പാ ആണ്. ഹെയർ സ്പാ ആണല്ലേ? ഓക്കെ. അതായത് മുടിയുടെ ഗ്രോത്ത് കൂട്ടുന്നതിനും മുടിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്മൂത്തനിങ് ഹെയർസിനാണ് കൂടുതലും സ്പാ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഹെയർ വാഷ് ചെയ്തു. വാഷ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം ഷാംപൂ വാഷ് അങ്ങനെ എന്തെങ്കിലും? ഷാംപൂ വാഷ്. ഡ്രാൻഡ്രഫ് കുറയ്ക്കും, ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. ഒരുപാട് ഹെയർ സ്പാ ഉണ്ട് ഉദ്ദേശിക്കുന്നത്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന വഴി ഹെയർ ഗ്രോത്തിന് നല്ലതാണ് അല്ലേ? ഈ പ്രോട്ടീൻ ട്രീറ്റ്മെന്റും സ്പായും തമ്മിൽ വ്യത്യാസം? പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്രീം മാത്രം ഉപയോഗിച്ചിടും, മറ്റേത് ഡ്രാൻഡ്രഫിനുള്ള ആംബ്യൂളും കൂടെ ചേർക്കും. ഗ്രോത്തിന് സെപ്പറേറ്റ് ഉണ്ട്, ഡ്രാൻഡ്രഫിന് പ്രത്യേകം ഉണ്ടല്ലേ? അപ്പൊ ഏതാണ് നല്ലത് ആക്ച്വലി? ഡ്രാൻഡ്രഫ് ഉള്ളവർക്കും മുടി കൂടുതൽ വളരണമെന്ന് താല്പര്യമുള്ളവർക്കും സ്പായാണ് നല്ലത്. മറ്റൊരു മുടിക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഡ്രാൻഡ്രഫ് മാറാനാണ് മെയിൻ ആയിട്ട് സ്പാ ചെയ്യുന്നത്. മറ്റൊരു പ്രോട്ടീൻ ചെയ്താലും മതി മുടിക്ക്. ക്രീം രണ്ടും ഒന്നാണ് കേട്ടോ. അതിൽ ആംബ്യൂൾ ചേർക്കുന്നേ ഉള്ളൂ ഡ്രാൻഡ്രഫിന്റെ. ഇങ്ങനെ ക്രീം എടുത്തിട്ട് ഓരോ മുടിയായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് തേക്കണം അല്ലേ? ലെയർ എടുത്തിട്ട് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാം. ഡ്രാൻഡ്രഫ് എല്ലാവർക്കും ഉണ്ട്. ഇതിങ്ങനെ മുടി മൊത്തം തേച്ച് റൂട്ടിലോട്ട് തേച്ച് പിടിപ്പിക്കും. മുടി ഉള്ളു കുറവുള്ളവർക്കും നല്ലതായത് ആണല്ലേ? ഗ്രോത്ത് വരും അല്ലേ? ഗ്രോത്ത്. നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുമോ ഈ സ്പാ? വീട്ടിൽ ചെയ്ത മസാജ് കിട്ടുമ്പോഴേ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് അറിയാന്നുള്ള ഒരാൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമുക്ക് സ്വന്തമായിട്ട് ചെയ്താൽ അതാണ് വീട്ടിൽ ചെയ്യണതും പാർലറിൽ ചെയ്യണം. എല്ലാവരും പറയും വീട്ടിൽ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലും ചെയ്യാന്ന്. പക്ഷെ മസാജ് ഇതിൽ വലിയൊരു ഘടകമാണ്. ഫേഷ്യൽ ചെയ്യണേനും സ്പാ ചെയ്യണേനും കറക്റ്റ് കിട്ടണമെങ്കിൽ പാർലറിൽ തന്നെ ചെയ്യണം. ഈ സ്പാ ചെയ്യുന്നുണ്ട് കളർ ചേഞ്ച് അങ്ങനെ ഇല്ല. ഹെർബൽ സ്പായും ഉണ്ട്. അത് അല്ലാതെ നോർമൽ മുടിയുള്ളവർക്കില്ലേ, സ്മൂത്തനിങ് ചെയ്യാത്ത ഹെയർ ഉള്ളവർക്കുള്ള പല ടൈപ്പ് ഉണ്ട്. കൂടുതൽ ഇവിടെ വന്ന് ഏതായിരിക്കും ചെയ്യുന്നത്? ഹെർബൽ സ്പാ. ഹെർബൽ ആയിരിക്കും. സ്മൂത്തനിങ് ചെയ്യണവർ നോർമൽ സ്പാ. നെക്സ്റ്റ് നമ്മൾ മസാജാണ് ചെയ്യേണ്ടത്. റൗണ്ട് മസാജാ കൊടുക്കണേ. ആദ്യം റൗണ്ട് മസാജിങ് ആണല്ലേ ഇമ്പോർട്ടന്റ്. ഇത് ഒരു 20 മിനിറ്റ്സ് മസാജ് കൊടുക്കണം. 20 മിനിറ്റ്. മുടി ഹെയർ കൂടുതലുള്ളവർക്ക് നമ്മളിങ്ങനെ അടിയിൽ കൂടെ എടുത്ത് മസാജ് കൊടുക്കാറുണ്ട്. ഇതിപ്പം ഹെയർ ഉള്ളവർക്കാണെങ്കിൽ ഫുൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യും അല്ലേ? റൂട്ടിലാണ് പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ ഒരു റിലാക്സേഷൻ കൂടെയാണ്. ഉറങ്ങും അല്ലേ? ഈ കളർ ചെയ്ത മുടിക്കൊക്കെ സ്പാ നല്ലതാണ്. കളർ ചെയ്യുമ്പോൾ മുടിയുടെ ഒരു ടെക്സ്ചർ മാറും. വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേ കളർ ചെയ്തവർക്കായാലും? കളർ ചെയ്യണവർക്ക് സ്പാ ചെയ്യണത് കുഴപ്പമില്ല. അപ്പൊ അവർക്ക് ഹെർബൽ ആണോ അതോ? അല്ല, അവർക്ക് ഇത് തന്നെയാണ്. ഹെർബൽ നമ്മളെ സാധാരണ ചുരുണ്ട മുടിയുള്ളവർക്ക് മുടി വളരാനും, സാധാരണ നമ്മൾ ഈ നാട്ടിൻപുറത്തുകാർ അങ്ങനെയുള്ളവരാണ് കൂടുതൽ. ഇപ്പോഴത്തെ ന്യൂജൻ അല്ലാതെ ചെയ്യത്തില്ലേ, അവരാ കൂടുതൽ ഹെർബൽ ചെയ്യും. പിന്നെ മുടി നല്ല ചുരുണ്ട മുടിയുള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികളും ചെയ്യാം.
ടിഞ്ചിങ് എന്നാ പറയുന്നത് ഇതിന്റെ. ഇത് മസാജ് റെഡ് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാൻ. പിന്നെ ഡാൻഡ്രഫ് കൂടുതലുള്ളവർക്ക് സ്റ്റീം കൊടുക്കാം. അല്ല ഡാൻഡ്രഫ് ഇല്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം. അവരൊരു മുടിയുടെ ഹെയറിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യുമ്പോൾ സ്റ്റീം കൊടുക്കാറില്ലേ? ഹെയർ ഉണക്കാനായിട്ട് നമ്മൾ ഡ്രയർ ചെയ്യുക. പെട്ടെന്ന് ഇപ്പോൾ വാഷ് ചെയ്തതിന് ശേഷം ഡ്രയർ വെച്ച് ഉണക്കിയിട്ടുണ്ട്. ഇനി അടുത്ത 1 മാസം കഴിഞ്ഞിട്ട് വരാം. എല്ലാ മാസം തോറും ഇത് ചെയ്യണം.